ഹായ്, വെൽക്കം ടു എജോബിറ്റ്സ് ലേണിംഗ്. എല്ലാവരും കാത്തിരിക്കുന്ന ഐക്കറിൻ്റെ ചോയ്സ് ഫില്ലിംഗ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. ഒരുപാട് ദിവസങ്ങളായി നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഏകദേശം രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങളായി. തീർച്ചയായും ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയം 14 മുതൽ 17 തീയതി വരെ സമയമുള്ളൂ. ഏകദേശം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് കോഴ്സസുകളിലേക്ക്, അലൈഡ് സയൻസിൻ്റെ കോഴ്സസുകളിലേക്ക് 13ഓളം കോഴ്സുകളാണ് ഏകദേശം ഉള്ളത്. ഇതിലേക്കുള്ള ചോയ്സ് ഫില്ലിംഗ് ആണ് നടത്തുന്നത്. തീർച്ചയായും മനസ്സിലാക്കേണ്ടത്, ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇതുവരെ ഫീ ഒന്നും അടച്ചിട്ടില്ല. 500 രൂപയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ ആയിട്ടുള്ളത്. അപ്പോൾ 500 രൂപ അത് നോൺ റീഫണ്ടബിൾ ആണ്. ഈ 500 രൂപ പേ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കേണ്ടത്. പരമാവധി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചോയ്സ് ഫില്ലിങ്ങിൽ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ യൂണിവേഴ്സിറ്റിയിലുള്ള ഏത് പ്രോഗ്രാമിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി യൂണിവേഴ്സിറ്റി, അതിലുള്ള പ്രോഗ്രാം, അതനുസരിച്ച് നിങ്ങൾ പ്രിഫറൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സമയം 14 മുതൽ 17 തീയതി വരെയാണ് നമുക്കുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങൾ നോക്കൂ. ഡിസ്പ്ലേ ഓഫ് സീറ്റ് മാട്രിക്സ് ആൻഡ് കൗൺസിലിംഗ് ഷെഡ്യൂൾ, രജിസ്ട്രേഷൻ ഫോർ കൗൺസിലിംഗ്, ചോയ്സ് ഫില്ലിംഗ്, പേയ്മെന്റ് ഓഫ് കൗൺസിലിംഗ് ഫീ ആൻഡ് അപ്ലോഡിംഗ് ഡോക്യുമെന്റ്സ്, ഇതൊക്കെ വരുന്നത്, ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ് ഒക്കെ വരുന്നതാണ് ഈ ചോയ്സ് ഫില്ലിംഗിൽ ഉള്ളത്. പിന്നെ എൻഡ് ഓഫ് ചോയ്സ് ഫില്ലിംഗ് ആൻഡ് അപ്ലോഡിംഗ് ഡോക്യുമെന്റ്സ്, ഇത് അവസാന ഡേറ്റ് പറയുന്നത് 17 തീയതി. ഇതിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ 4 റൗണ്ട്സുകളാണ് വരുന്നത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, അതുപോലെ ഫോർത്ത് റൗണ്ട്. ഈ 4 റൗണ്ടുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മോപ്പപ്പ് അല്ലെങ്കിൽ ഫൈനൽ റൗണ്ട് വരുന്നത്. നിങ്ങൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ ചോയ്സ് ഫില്ലിംഗിൽ പങ്കെടുത്തു, 500 രൂപ കൊടുത്ത് പങ്കെടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ട്, അങ്ങനെ ഫോർത്ത് റൗണ്ട് വരെ പോകുന്നതാണ്. ഇനി ഈ റൗണ്ടിൽ പങ്കെടുത്ത് ഒരു സീറ്റ് കിട്ടാത്തവർക്കും, ഇനി വേണമെങ്കിൽ താല്പര്യമുള്ളവർക്കും എന്ത് ചെയ്യാം? അവസാനത്തെ മോപ്പപ്പ് റൗണ്ടിലും പങ്കെടുക്കാം. അങ്ങനെയാണ്. ഈ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ഫീ അടച്ചവരാണെങ്കിൽ എന്ത് ചെയ്യേണ്ട? മോപ്പപ്പ് റൗണ്ടിൽ ഫീ കൊടുക്കേണ്ടതില്ല. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇതിൽ രണ്ടാമത് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, 21 തീയതിയാണ് ഈ ഫസ്റ്റ് റൗണ്ടിൻ്റെത് വരുന്നത്. നിങ്ങൾ ഡേറ്റ് പ്രത്യേകം നോക്കണം കേട്ടോ. സെക്കൻഡ് റൗണ്ട് വരുന്നത് 21 തീയതി, അതുപോലെ തേർഡ് റൗണ്ട് 31 തീയതി, അതുപോലെ തന്നെ ഫോർത്ത് റൗണ്ട് വരുന്നത് നെക്സ്റ്റ് മന്ത്, അതായത് 4 തീയതി, അടുത്ത മാസം 4 തീയതി. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫസ്റ്റ് റൗണ്ട് നോക്കൂ, 21 തീയതി സീറ്റ് അലോട്ട്മെൻറ്റ്, ഓൺലൈൻ റെസ്പോൺസ് ടു ക്വയറീസ് ബൈ യൂണിവേഴ്സിറ്റി. നിങ്ങൾ ഇതിൽ പങ്കെടുത്ത് എന്ത് ചെയ്യും? നിങ്ങളെ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലൂടെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾ ആ നേരത്തെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ റീസബ്മിഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, അത് ആവശ്യമുണ്ടെങ്കിൽ അവർ ചെയ്യും. അതിൽ നേരത്തെ ബ്രോഷറിലൊക്കെ സമയം പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത ദിവസത്തിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കൃത്യമായ സമയം അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ പിറ്റേന്നേക്ക് കാത്തു നിൽക്കരുത്, ഉടനെ തന്നെ അതിൻ്റെ ആക്ഷൻ എടുക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ അതിൽ വരുന്നതാണ് ഡിപ്പോസിഷൻ ഓഫ് സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ. നിങ്ങൾ അവിടെ ഒരു 10,000 രൂപയുടെ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി കിട്ടി, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയെന്ന് വിചാരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഈ ഡിപ്പോസിഷൻ ഫീ കൊടുക്കണം. എന്നിട്ട് ഡിപ്പോസിഷൻ ഫീ കൊടുത്ത് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോരാ, നിങ്ങൾക്ക് മറ്റൊരു നിങ്ങൾ കൊടുത്ത പ്രിഫറൻസ് പ്രകാരം കുറച്ചും കൂടെ ഉയർന്ന തലത്തിലുള്ള യൂണിവേഴ്സിറ്റി കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ഗ്രേഡ് ചെയ്യണം. പക്ഷെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ എന്ത് ചെയ്യുക? അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ജനറേഷൻ ഓഫ് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ, ഈ സമയത്താണ് നിങ്ങൾക്ക് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ കിട്ടുന്നത്. ഇത് ഞാൻ പറയുന്നത്, നമ്മൾ നേരത്തെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ബ്രോഷറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കൂ, ഇവിടെ കണ്ടോ, നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പ്രത്യേകം ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഹൈസ്കൂൾ അല്ലെങ്കിൽ +2-ൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ജനറേറ്റ് കൺഫർമേഷൻ പേജ് നേരത്തെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ റാങ്ക് കാർഡ്, അതുപോലെ അലോട്ട്മെൻറ്റ് ലെറ്റർ കണ്ടോ ഇവിടെ. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ, ഇത് നിങ്ങൾ ഓൺലൈനായിട്ട് കൊടുക്കേണ്ട, നിങ്ങളത് ഒറിജിനലി സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഈ ടിക്കുള്ള
എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത്, അതായത് അഡ്മിഷൻ ലെറ്ററൊക്കെ നമ്മൾ ഇതിൽ പങ്കെടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അവർ റീസബ്മിറ്റ് ചെയ്യാനൊക്കെ പറയും. അതാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ഘട്ടത്തിൽ ചോയ്സ് ഫില്ലിങ്ങിൽ അപ്ലോഡ് ചെയ്യുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാൻ പറയും. പക്ഷെ അതിൻ്റെ ആക്ഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യുന്നതാണ്. തീർച്ചയായും ചോയ്സ് ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ട്സും നമ്മുടെ ചാനലിലൂടെയും നമ്മൾ ഇതിനു വേണ്ടി സ്പെഷ്യലായി തയ്യാറാക്കിയ വാട്സപ്പ് ചാനലിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് കോൾ ചെയ്യാം. അതുപോലെ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സൊക്കെ ഉണ്ട്. തീർച്ചയായും അതിലൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. ഓക്കെ.